ലോസ് ഏഞ്ചലസിലെ കാട്ടുതീ ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം. ബൈഡനോടും ഇസ്രയേലിനോടും ഉള്ള വിരോധം അവർ ആഘോഷമാക്കുന്നു. ഇത് പ്രകൃതിയുടെ പകരം വീട്ടലാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ അഭിപ്രായപ്പെടുമ്പോൾ പലരും മറക്കുന്നത് അതിക്രൂരമായ ഒക്ടോബർ 7 ഹമാസിന്റെ തേർവാഴ്ചയാണ്. അന്ന് മരിച്ചത് നിരപരാധികളായിരുന്നു എന്നത് മറന്നാണ് പലരുടെയും അഭിപ്രായ പ്രകടനങ്ങൾ. ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യ ആക്രമണങ്ങളും അതിന് അമേരിക്ക നൽകുന്ന പിന്തുണയുമാണ് നെറ്റിസൺസ് വിമർശനാത്മകമായി എടുത്തു പറയുന്നത്. മിസ്റ്റർ ബൈഡൻ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്ക് കാലം പകരം തരാതിരിക്കില്ല. മർദ്ദിതന്റെ പ്രാർത്ഥനകൾക്ക് എന്നും ഉത്തരമുണ്ടായിട്ടുണ്ട് എന്നതാണ് ചരിത്ര സത്യം. കാട്ടുതീ പടർന്ന് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ദിവസത്തിനിടെ 117 കിലോമീറ്റർ വിസ്തൃതിയിലാണ് തീപിടുത്തം ഉണ്ടായത്. 10 പേർ കൊല്ലപ്പെടുകയും 1.8 ലക്ഷം പേർ കുടിയിറക്കപ്പെടുകയും ചെയ്തു. ഹോളിവുഡ് നടന്മാരുടേതുൾപ്പെടെ ആയിരക്കണക്കിന് വീടുകളാണ് കത്തിച്ചാമ്പലായത്. ലോസ് ഏഞ്ചൽസ് കൗണ്ടി അഗ്നിശമന വകുപ്പിനുള്ള ബജറ്റ് $18 മില്യൺ വെട്ടിക്കുറച്ചതും ഗാസയെ ചുട്ടുചാമ്പലാക്കാൻ അമേരിക്ക ഇസ്രായേലിന് സാമ്പത്തിക സഹായം നൽകുന്നതും പലരും വിമർശിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന് $8 ബില്യൺ ആയുധങ്ങൾ നൽകും എന്ന് ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. ലോസ് ഏഞ്ചൽസ് അഗ്നിശമന വകുപ്പിനുള്ള ബജറ്റിൽ $17.6 മില്യൺ കുറവാണ് വരുത്തിയത്. ഇസ്രായേലിന് ഇതിനകം $23 ബില്യൺ വർധന ലഭിച്ചു. ഇനിയും $8 ബില്യൺ കൂടി ലഭിക്കും. പലസ്തീൻ ജേർണലിസ്റ്റ് അഹമ്മദ് എൽദീൻ എക്സൽ കുറിച്ചു. പടിയിറങ്ങും മുൻപ് ഗസയിലെ ജനതയെ ജീവനോടെ ചുട്ടരിക്കാൻ $8 ബില്യൺ കൂടി ഇസ്രായേലിന് സമ്മാനിച്ച ബൈഡനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്. ലോസ് ഏഞ്ചലസിൽ സ്വന്തം ജനത കാട്ടുതീയോട് പോരടിക്കുകയാണ്. അവരുടെ വീടുകൾ വീണ്ടെടുക്കാൻ കാലം തിരിയുമ്പോൾ കയ്യിലൊന്നും ശേഷിക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലാണിത് എന്ന് ഫാത്തിമ മുഹമ്മദ് എക്സൽ കുറിച്ചു. നിങ്ങൾ പലസ്തീനികളെ ജീവനോടെ ചുട്ടരിച്ചു. ഇസ്രായേൽ എംബസിയുടെ എക്സിലെ പോസ്റ്റ് പങ്കുവച്ച് സന സയ്യിദ് കുറിക്കുന്നു. കാട്ടുതീയിൽ വീട് നഷ്ടപ്പെട്ടവരിൽ പ്രമുഖരിൽ ഒരാളാണ് ഹോളിവുഡ് നടനായ ജെയിംസ് വുഡ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ വലിയ രീതിയിൽ പിന്തുണ നൽകിയിരുന്നു ജെയിംസ് വുഡ്. വെടിനിർത്തൽ ഇല്ല, വിട്ടുവീഴ്ചയില്ല, മാപ്പ് കൊടുക്കുകയുമില്ല, എല്ലാവരെയും കൊല്ലണം എന്ന് അദ്ദേഹം ഒരിക്കൽ എക്സിൽ കുറിച്ചിരുന്നു. ഈ പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ജെയിംസ് വുഡ്സിന് ഒരു കത്ത് എന്ന കുറിപ്പോടെ ജെയിംസ് വുഡ്സിന്റെയും പലസ്തീൻ ഉമ്മമാരുടെയും ചിത്രങ്ങളോടെ മൊസാബ് അബു താഹ പങ്കുവയ്ക്കുന്നു. ലോസ് ആഞ്ചലസിനും പുറത്തുമുള്ള നിരപരാധികളായ ജനങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് ജെയിംസ് വുഡ്സിനുണ്ടായ നഷ്ടത്തിൽ പ്രതികരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഇമാം ഒമർ സുലൈമാൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു. എന്നാൽ ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല. ഗാസയിലെ ജനങ്ങൾ അധികാര ഭവനങ്ങളിലെ ക്രൂരന്മാരാൽ കൊല ചെയ്യപ്പെടുകയാണ്. തങ്ങളുടെ മാളികകളിൽ അജയ്യനാണ് എന്ന് തോന്നുന്ന ക്രൂരന്മാരുടെ പിന്തുണയോടെയാണ് ഇത് നടക്കുന്നത്. ഒമർ സുലൈമാൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ലക്ഷക്കണക്കിന് ടൺ ബോംബുകൾ ഗാസയിൽ വർഷിക്കുകയും അത് ഒരു ജ്വലിക്കുന്ന നരകത്തീയായി മാറുകയും ചെയ്തത് നമ്മുടെ ധാർമ്മിക അപലപനത്തിന് അപ്പുറത്തേക്ക് വ്യാപിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കാലാവസ്ഥ പ്രത്യാഘാതങ്ങൾ നമ്മളെയെല്ലാം തേടിയെത്തും. ന്യൂയോർക്കിലെ ആക്ടിവിസ്റ്റായ ഫാത്തിമ മുഹമ്മദ് എക്സൽ പോസ്റ്റ് ചെയ്തു. ഗസയിൽ ആളുകളെ ജീവനോടെ ചുട്ടരിക്കാൻ US നികുതികൾ ഉപയോഗിക്കുമ്പോൾ ആ തീപിടുത്തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിശയപ്പെടില്ല. ഇടതുപക്ഷ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് കോഡ് പിങ്ക് വ്യക്തമാക്കി. നമ്മുടെ രാജ്യം താമസയോഗ്യമാക്കാൻ പണം ചിലവഴിക്കുന്നതിന് പകരം ഗസയിലെ ഫലസ്തീനികളെ ഇസ്രായേൽ വംശഹത്യ ചെയ്യാൻ നമ്മുടെ സർക്കാർ കോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്നു. ജൂയിഷ് വോയിസ് ഫോർ പീസിന്റെ ന്യൂയോർക്ക് ശാഖ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കുറിച്ചു. ലോസ് ഏഞ്ചലസ് അധികൃതരാണ് അഗ്നിശമന വകുപ്പിന് പ്രധാനമായും ധനസഹായം നൽകുന്നത്. അതേസമയം ഇസ്രായേലിനുള്ള സൈനിക ചെലവ് ഫെഡറൽ സർക്കാരിൽ നിന്നാണ്. കമന്റേറ്റർ മെഹദി ഹസൻ വിമർശിച്ചു. തങ്ങളെ കൊല്ലാൻ US ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി. പക്ഷെ നിങ്ങൾക്കുള്ള തീ ദൈവം നേരിട്ടയച്ചു. അവർ ഞങ്ങളുടെ നാട്ടിൽ യുദ്ധത്തി ആളിക്കത്തിച്ചു, ഞങ്ങളുടെ കുട്ടികളെ കൊന്നു, ഞങ്ങളുടെ വീടുകൾ നശിപ്പിച്ചു. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഇതിനായി ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി. നീതിമാനായ ദൈവം അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രാർത്ഥനകളും അമ്മമാരുടെ കണ്ണീരും മറക്കുന്നില്ല എന്നാണ് മെഹമ്മൂദ് ബസാം എക്സൽ കുറിച്ചത്. എന്തൊക്കെയായാലും ശരി, ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ആകസ്മികമായി ഉണ്ടാകുന്ന ഒന്നാണ്. എന്നാൽ വരുത്തിവെക്കുന്ന ചില ദുരന്തങ്ങൾ, അതായത് ഗാസയിൽ ഹമാസ് നടത്തിയ ആക്രമണം, ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണം, ആ ആക്രമണമായിരുന്നു സകല യുദ്ധത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത്. വെറുതെ ഇരുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങളെ അങ്ങോട്ട് ചെന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ ഇത്രമാത്രം കുറ്റമറ്റ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം അടങ്ങിയിരിക്കുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഒരിക്കലും ഈ ഒരു കാട്ടുതീ എന്ന് പറയുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഈ നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്നിരിക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഈ കമൻറ്റുകൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. പ്രകൃതി ദുരന്തം ആരും വരുത്തിവെച്ചതല്ല. എന്നാൽ ഗാസയിലെ ദുരന്തം ഹമാസിൻ്റെ ഇടപെടലിലൂടെ തന്നെ ഉണ്ടായതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.